ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 ചോദ്യപേപ്പറിൽ ചോദ്യം നമ്പർ 36 മുതൽ 46 വരെയുള്ള ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നാണ്. 36ാമത് ചോദ്യം ഇങ്ങനെയാണ്: ഒരു കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന പ്രതിബിംബം. ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ ഈസ് ആൾവേസ് ഇറക്റ്റ്, എപ്പോഴും നിവർന്നതായിരിക്കും. ആൾവേസ് വിർച്വൽ, എപ്പോഴും മിഥ്യയായിരിക്കും. ആൾവേസ് ഡിമിനിഷ്ഡ്, എപ്പോഴും ചെറുതായിരിക്കും. ആൾ ഓഫ് ദിസ്, ഇവയെല്ലാം ശരിയാണ്. നമുക്കറിയാം 3 തരത്തിലുള്ള മിറേഴ്സാണുള്ളത്. ഒന്ന് നമ്മൾ കണ്ണാടി നോക്കുന്ന സമതല ദർപ്പണം, മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന സമതല ദർപ്പണം. മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന സമതല ദർപ്പണം സംബന്ധിച്ചോളം ഒബ്ജക്റ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒബ്ജക്റ്റിന് കൃത്യ അകലത്തിൽ തന്നെ, ദർപ്പണത്തിൽ നിന്ന് കൃത്യ അതേ അകലത്തിൽ തന്നെ അവിടെ ഇമേജ് രൂപപ്പെടും. ഇവിടെ നിവർന്നു നിൽക്കുന്ന ഇമേജ്, ഇവിടെയും നിവർന്നു നിൽക്കുന്ന ഇമേജ്, ഇവിടെ ഏത് സൈസാണോ അതേ സൈസുള്ള ഇമേജ് ഇവിടെ രൂപപ്പെടും. എന്നാൽ നമ്മുടെ കോൺവെക്സ് മിററിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത, ബൾജിങ് പാർട്ട് ഇവിടെ എങ്ങനെയായിരിക്കും? കോൺവെക്സ് മിററിൽ ഇമേജ് എന്നുള്ള സോഴ്സ് ഓഫ് ലൈറ്റ് പതിക്കുന്നു, ഇമേജ് ഇവിടെ നിൽക്കുന്നു. പക്ഷേ ഇമേജ് ഇവിടെ നിൽക്കുകയാണെങ്കിലും ഇതിൽ ഇമേജ് ഫോം ചെയ്യുന്ന ഒരു ഏരിയ സിക്കും എഫിനും, പോളിനും എഫിനും ഇടയ്ക്ക്, ഈ പോളിനും എഫിനും ഇടയിൽ ഒരു പൊസിഷനിലാണ് ഇമേജ് ഫോം ചെയ്യുക. അതായത് ഇവിടെയുള്ള ഇമേജിനെ സംബന്ധിച്ചോളം ഇവിടുന്ന് വരുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ 2 പ്രോപ്പർട്ടീസിലാണ് മാറ്റം വരിക. ഒന്ന് എന്തായിരിക്കും? ഡിമിനിഷ് സംഭരിക്കും, അതായത് ചെറുതായിട്ട് മാറും. രണ്ടാമത് ഇതിൻ്റെ അകലം എന്ന് പറയുന്നത്, ഈ ഇമേജിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ, പ്രത്യേക ഏരിയയിലേക്ക് കേന്ദ്രീകരിക്കും. അതായത് ഈ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും നിവർന്നതായിരിക്കും, എപ്പോഴും മിഥ്യയായിരിക്കും. ഈ 2 കേസിലും നമുക്ക് ഇമേജിനെ ഇമാജിൻ ചെയ്യുക, കാണാം എന്നുള്ളതല്ല, കണ്ടുകൊണ്ട് കാണാമെന്നുള്ളതല്ലാതെ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ ചുവരിലേക്കോ ഒന്നും തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, പതിപ്പിക്കാനും കഴിയില്ല. അപ്പോൾ ഇതെപ്പോഴും ഒരു മിഥ്യയായ പ്രതിബിംബമായിരിക്കും, ഇതെപ്പോഴും ചെറിയ ഒരു പ്രതിബിംബമായിരിക്കും. അതായത് കോൺവെക്സ് മിറർ ഉപയോഗിച്ച് കിട്ടുന്ന പ്രതിബിംബം ഒരിക്കലും മാഗ്നിഫൈഡ് ആയിരിക്കില്ല. ഈ ഇമേജിനെ നമുക്ക് ഒരിക്കലും വലുതാക്കാൻ കഴിയില്ല. ഈ ഇമേജ് ഇപ്പോൾ ഉണ്ടാകുന്ന വലുപ്പത്തിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയുള്ളൂ. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ചെറിയൊരു പ്രതിബിംബം രൂപം കൊള്ളുന്നു എന്നുകൊണ്ട് തന്നെ ഒരു മാഗ്നിഫൈങ് മിററായിട്ട് ഉപയോഗിക്കുക നമ്മൾ ഈ മിററല്ല, കോൺകേവ് മിററാണ് മാഗ്നിഫൈങ് മിററായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഓപ്ഷനിൽ ഇതൊക്കെ ശരിയാണ് എന്നാണ് ഉത്തരം. അപ്പോൾ കോൺവെക്സ് മിറർ നമ്മൾ സാധാരണ ഉപയോഗിക്കുക റിയർ വ്യൂ മിററായിട്ടാണ്, വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ടും അതുപോലെ തന്നെ റോഡുകളുടെ സൈഡുകളിലൊക്കെ സ്ഥാപിക്കുന്ന, വാഹനങ്ങൾ വരുന്നതൊക്കെ കാണാൻ സ്ഥാപിക്കുന്ന മിററായിട്ടാണ് കോൺവെക്സ് മിറർ ഉപയോഗിക്കുക. കോൺകേവ് മിറർ നമ്മൾ ഉപയോഗിക്കുക ഷേവിംഗ് മിററായിട്ടും, അതുപോലെ ദന്ത ഡോക്ടർ ഉപയോഗിക്കുന്നു, അതുപോലെ സോളാർ പാനലുകളിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. അതേപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നതും കോമ്പൗണ്ട് മാഗ്നിഫൈയിങ് ആയിട്ട് ഉള്ള ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. മാഗ്നിഫൈയിങ് മിറർ എന്നറിയപ്പെടുന്നതും കോൺകേവ് മിററാണ്. ചോദ്യം: ഒരു വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് യൂണിഫോം വെൻ ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അത് തുല്യ സമയത്തിൽ തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതൊരു യൂണിഫോം മോഷനാണ്. ഈ യൂണിഫോം മോഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ്? ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് ചേഞ്ച്. ഈ വസ്തുവിൻ്റെ സ്ഥാനം എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് മാറുന്നത്? അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ഓർ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് ഒരു പ്രത്യേക സെക്കൻഡ് എടുക്കുമ്പോൾ ഇവിടെ 2 കിലോമീറ്ററാണ് ഒരു സെക്കൻഡിലെങ്കിൽ ഇവിടെ വീണ്ടും ആ ഒരു സെക്കൻഡിൽ 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അതായത് വസ്തു തുല്യ സമയം എടുത്തുകൊണ്ട് തുല്യ ദൂരവും ഒരേ ദിശയിലും സഞ്ചരിച്ചാൽ മാത്രമേ അത് ഒരു യൂണിഫോം മോഷൻ ആയിട്ട് നമുക്ക് പറയുള്ളൂ. അതാണ് വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ചസ് ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല? ആക്സിലറേഷൻ അഥവാ ത്വരണം അവിടെ എന്തായിരിക്കും? 0 കൂടിയായിരിക്കും. അതായത് തുല്യ സമയത്തിൽ തുല്യ ദൂരം നേർരേഖയിൽ 3 കണ്ടീഷനും ഇവിടെ എന്ത് ചെയ്യണം? ആക്റ്റീവ് ആവണം. ഇവിടെ തുല്യ സമയത്തിൽ എന്നുണ്ട്, ബട്ട് എന്തായി മാറി? വ്യത്യസ്ത ദൂരമായി മാറി. ഇതെന്തല്ല? സമപ്രവേഗമല്ല. ഈ 2 ഓപ്ഷനും അതുപോലെ തന്നെ തെറ്റാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ചോദ്യം ഇങ്ങനെയാണ്: മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ്? ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബോഡി ഈസ് 37 degrees Celsius, that is 7 degree
ഫാരൻഹീറ്റ് 92 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 104 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ഈ ഓപ്ഷൻ അറിഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്, നമുക്ക് അറിയാവുന്ന ഒരു ഓപ്ഷനാണ്. ഓപ്ഷൻ്റെ ആൻസർ 37 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ്. ബട്ട് നോട്ട് ഇറ്റ് ഈസ് ഫാരൻഹീറ്റ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിൽ ദർ ഈസ് എ റിലേഷൻ. അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ആക്കുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെക്ഷൻ നന്നായിട്ട് പഠിച്ചു വെക്കണം. വാട്ട് ഈസ് സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ്? സെൽഷ്യസിൽ നമ്മളിവിടെ പറഞ്ഞു മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് ഏകദേശം 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതേപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ പ്രത്യേകത? ഇത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ്. അതായത് വെള്ളം ഖരാവസ്ഥയിലാകുന്ന ഐസാകുന്ന ഊഷ്മാവാണ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക 32 ഡിഗ്രി ഫാരൻഹീറ്റിലേക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് നമ്മളിവിടെ പറഞ്ഞത് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇത് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന ഒരു മെഷർ ഉണ്ട്, ഹീറ്റിൻ്റെ ഒരു മെഷർ. അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് സെൽഷ്യസിൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് -450 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പോൾ സെൽഷ്യസും ഫാരൻഹീറ്റും റിലേറ്റഡ് ആണ്. സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫാരൻഹീറ്റും ഓൾറെഡി ഇൻക്രീസ് ചെയ്യും. സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു F-32 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഈ സെൽഷ്യസും ഫാരൻഹീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ 0 ഡിഗ്രി ഫാരൻഹീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽഷ്യസ് സ്കെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ -17.78 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ 100 ഡിഗ്രി ഫാരൻഹീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽഷ്യസ് സ്കെയിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽഷ്യസ് സ്കെയിലാണ് 37.8 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ കണ്ടു നമ്മൾ 98.6 അപ്രോക്സിമേറ്റ് എവിടെ 37 ഡിഗ്രി എത്തി. ഇവിടെ 100 ഡിഗ്രി അതായത് 98.6ൻ്റെ നെക്സ്റ്റ് നിയർ ആണ് 100 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 37.8 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു. ഈ ഒരു മെഷറിലെ അധികമാകുമ്പോഴാണ് നമ്മൾ പനിയായി അല്ലെങ്കിൽ അസുഖമായി എന്നുള്ള രൂപത്തിലേക്ക് നമ്മളുടെ ടെമ്പറേച്ചർ സിഗ്നിഫിക്കൻസ് നമ്മുടെ അടുത്ത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഇതിൽ ഒരു ഹീറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് കൂടിയുണ്ട്, അതാണ് കെൽവിൻ. കെൽവിൻ നമ്മൾ ബേസിക്കായിട്ട് കണക്കാക്കുന്നത് കെൽവിൻ എന്ന് പറയുന്നത് ഈ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന നമ്മളുടെ ഈ മെഷറിൽ അബ്സല്യൂട്ട് 0 വരുന്ന സ്ഥലത്ത് കെൽവിൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് അബ്സല്യൂട്ട് 0. കെൽവിൻ ഡിഗ്രി അവിടെ 0 ഡിഗ്രി ആയിരിക്കും കെൽവിൻ്റെ ടെമ്പറേച്ചർ. ചോദ്യം: വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നുവെന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ദ ഫിനോമിനോൺ ദാറ്റ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ക്രിയേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ 1. ആൻഡ്രെ മേരി ആംബിയർ, മൈക്കൽ ഫാരഡേ, ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആൻഡ് ഫ്ലെമിംഗ്. 4 ആളുകളെയാണ് തന്നിരിക്കുന്നത്. 4 ആളുകളും ഈ ഫീൽഡുമായിട്ട് തന്നെ വളരെ ബന്ധമുള്ള ആളുകളാണ്. അതായത് കറണ്ടിൻ്റെ ആദ്യത്തെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, റബ്ബിങ്ങിലൂടെ കറണ്ട് ഫോം ചെയ്യുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഉരസലിലൂടെ ഉണ്ടാകുന്ന വൈദ്യുതി ആദ്യമായി കണ്ടെത്തിയത്, ആ സാന്നിധ്യം ആദ്യമായി മനസ്സിലാക്കിയത് ആൻഡ്രെ മേരി ആംബിയറാണ്. പിന്നീട് വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റും, അതായത് ഇലക്ട്രിസിറ്റി ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമേഷൻ നടക്കുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. അതിനെ ഒരു അടിസ്ഥാന തത്വമായിട്ട് വികസിപ്പിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരണം എന്നുള്ള തത്വം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെയാണ്.
മൈക്കൽ ഫാരഡെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്കൽ ഫാരഡെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. മൈക്കൽ ഫാരഡെയുടെ മറ്റൊരു പ്രധാന കണ്ടുപിടുത്തമാണ് വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്ന പ്രവർത്തനം. അതുകൊണ്ട് തന്നെ വൈദ്യുത രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നു അറിയപ്പെടുന്നതും മൈക്കൽ ഫാരഡെയാണ്. ഈ മൈക്കൽ ഫാരഡെ കണ്ടുപിടിച്ച വൈദ്യുത കാന്തിക പ്രേരണ തത്വത്തിൻ്റെയൊക്കെ ദിശയുടെ നിയമങ്ങളെല്ലാം, അവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ദിശ, അവിടെ ഉണ്ടാകുന്ന ചലനത്തിൻ്റെ ദിശ, അവിടെ ഉണ്ടാകുന്ന കാന്തിക ഫ്ലക്സിൻ്റെ ദിശയൊക്കെ കണ്ടുപിടിച്ച ലോ, അതായത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് റൂൾ, ഇതൊക്കെ ഫോം ചെയ്ത ആളാണ് ഫ്ലമിംഗ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു ആദ്യമായിട്ട് ഈ ഒരു പ്രസൻസ് കണ്ടെത്തിയത് ഈ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ക്രിസ്റ്റ്യൻ ഹൈജൻസ് എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനുണ്ട്. അതായത് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് അദ്ദേഹവുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഇദ്ദേഹം ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. അടുത്ത ചോദ്യം, ശബ്ദത്തിൻ്റെ ഉച്ചത ഇവയിൽ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. The loudness of sound depend upon amplitude, ആയതി, ഫ്രീക്വൻസി, ആവൃത്തി, പിച്ച്, സ്പീഡ് ഓഫ് സൗണ്ട്, ശബ്ദത്തിൻ്റെ വേഗത. അപ്പോൾ നമുക്കറിയാം ശബ്ദവും പ്രകാശം എന്നൊക്കെ പറയുന്നത് വേവ് മോഷൻസ് ആണ്. ശബ്ദത്തിൻ്റെ വേവ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടേംസിനെ ഒന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് വേവ് ലെങ്ത്. നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ ഒരു വേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, വേവ് ലെങ്ത് എന്ന് പറയുക. വേവ് ലെങ്ത് ഈസ് ഡിനോട്ടഡ് ആസ് ലാംഡ. ലാംഡ എന്നുള്ള അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ തരംഗ ദൈർഘ്യത്തെ പറ്റി സംസാരിക്കുന്നില്ല, മറിച്ച് നമ്മൾ ഒരു ആയതിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആയതി എന്ന് പറയുന്നത് എല്ലാ വേവിനും ഉള്ളതാണ്, എല്ലാ തരംഗങ്ങൾക്കും ഉള്ളതാണ്. ഈ ഹൈറ്റിനെയാണ് ആയതി എന്ന് പറയുക. നോട്ട് ചെയ്യുമ്പോൾ എ പറയും. ഇറ്റ് ഈസ് ഇംഗ്ലീഷ് വേർഡ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. ഇതൊരു ഡിസ്റ്റൻസ് ആണ്, ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ മെഷർ ചെയ്യുന്ന ചെറിയ സ്മോൾ യൂണിറ്റ്സ് ഒക്കെ നമുക്കതിന് ഉപയോഗിക്കാം. അപ്പോൾ ആയതി ദറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്, ദറ്റ് ഈസ് എ ഡിസ്റ്റൻസ്, ദറ്റ് ഈസ് എ ലെങ്ത്, ദറ്റ് ഈസ് എ ഹൈറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ആയിട്ട് ആവൃത്തി എന്നാണ്. ആവൃത്തി എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വേവ്സ് ആണ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ് തരുന്നത്, ഈ പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഈ പോയിന്റിലൂടെ എത്ര വേവ് പാസ് ചെയ്യുന്നുണ്ട്, ഈ വേവ് എത്ര എണ്ണം പാസ് ചെയ്യുന്നുണ്ട്, അതാണ് ആവൃത്തി എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ വേവിനെ നമുക്ക് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വേണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേവ്സ് ഡിവൈഡ് ബൈ ടൈം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റ് കിട്ടും പെർ സെക്കൻഡിൽ വരുന്ന. ഇത് നമ്പറാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. ദറ്റ് ഈസ് സെക്കൻഡ് റേസ് ടു -1. സെക്കൻഡ് റേസ് ടു -1ൻ്റെ യൂണിറ്റിന് നമ്മൾ ആവൃത്തിയുടെ യൂണിറ്റായിട്ട് ഹേർട്സ് എന്നുള്ള ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്ക് ഹേർട്സ് എന്നുള്ള യൂണിറ്റായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ആയതി എന്ന് പറയുന്നത് ലെങ്ത് തന്നെയാണ്. ആവൃത്തിക്ക് നമുക്കൊരു പുതിയൊരു യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്, ഹേർട്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശബ്ദത്തിൻ്റെ ഉച്ചത അഥവാ ലൗഡ്നെസ്, ഉച്ചത അഥവാ ലൗഡ്നെസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ആയതി നമുക്ക് പരിശോധിക്കാം. ഇത് ചെറിയ ആയതി ആയിരുന്നുവെങ്കിൽ, ഒരു ചെറിയ മൈന്യൂട്ട് ആയതിയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് കമ്മിയാണ്, ഇതിൻ്റെ ഹൈറ്റ് കമ്മിയായതുകൊണ്ട് ആയതി കുറഞ്ഞു. അല്ലെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ഇതിനെ ആയതി പരിഗണിക്കുമ്പോൾ ആയതി കുറഞ്ഞ ഒരു വേവിന് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ചെറിയൊരു പാർട്ടിക്കിളിനെ നമുക്കത് കവർ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആയതി കൂടിയ ഒരു വേവിന് നമ്മുടെ മുന്നിലുള്ള ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ അതേ ഡസ്റ്റ് പാർട്ടിക്കിളിനെ കവർ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഉച്ചത അഥവാ ലൗഡ്നെസ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഓൺലി ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിനെ അഥവാ ആയതിയെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ കേൾവിയുടെ ഉച്ചത, ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഈ ശബ്ദം എത്രത്തോളം കേൾക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പിച്ച് എന്ന് പറയുന്നത് ഈ ശബ്ദത്തിൻ്റെ ഒരു ഗുണമാണ്, അത് വേവിൻ്റെ ഒരു ഗുണമല്ല. നമ്മൾ ഇത് രണ്ടും പറഞ്ഞത് ഒരു വേവിൻ്റെ ഗുണമാണ്. അതുപോലെ തന്നെ ലൗഡ്നെസ് എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പിച്ച് എന്ന് പറയുന്നതും സൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ലൗഡ്നെസ് ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആയതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ പിച്ച് എന്ന് പറയുന്ന സൗണ്ടിൻ്റെ പ്രോപ്പർട്ടി ആവൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതായത് ആവൃത്തി കൂടുമ്പോൾ, ആവൃത്തി കൂടുക വേവിൻ്റെ എണ്ണം നമ്പർ ഓഫ് സെക്കൻഡിൽ കൂടണം. ആവൃത്തി കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വേവ് ആകുമ്പോൾ അതിനെന്ത് ചെയ്തു, അതിൻ്റെ ആവൃത്തി കൂടിക്കഴിഞ്ഞു. ഈ ഒരു വേവിനെ സംബന്ധിച്ചിടത്തോളം
അതിൻ്റെ ആവൃത്തി കുറവാണ് എന്ന് പറയാം. അപ്പോൾ ആവൃത്തി കൂടുമ്പോൾ നമ്മുടെ പിച്ച് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ സ്വഭാവം, സവിശേഷ ഗുണം കൂടിക്കൊണ്ടിരിക്കും. ഈ സ്ത്രീകളുടെ ശബ്ദത്തിന് പിച്ച് കൂടുതലാണ് എന്നും പുരുഷന്മാരുടെ ശബ്ദത്തിന് പിച്ച് കുറവാണ് എന്നും നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡാണ്. പ്രകാശത്തിൻ്റെ നമുക്കറിയാം 3×10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. ഈ രണ്ട് ക്വാണ്ടിറ്റി ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഉച്ചത അഥവാ ലൗഡ്നെസ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് പിച്ച് അഥവാ ഇംഗ്ലീഷ് വേർഡ് ഈസ് പിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ആവൃത്തി ഓഫ് ദ വേവ്, ആ വേവിൻ്റെ ആവൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അടുത്ത ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഖരവസ്തുക്കളിൽ ചൂട് കൂടിയ ഭാഗത്ത് നിന്നും ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് താപം പ്രവഹിക്കുന്നത് വഴിയാണ്. അപ്പോൾ ചാലനം എന്നാണ് പറയുന്നത്. ചാലനം, സംവഹനം, വികിരണം, മേൽപ്പറഞ്ഞവയെല്ലാം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ആൻഡ് ആൾ ഓഫ് ദീസ്. നമുക്ക് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 3 മാർഗങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 3 മാർഗങ്ങളുടെയുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ മാർഗത്തിൽ നിന്ന് പറയുന്നു, നമ്മൾ ഒരു ഖരവസ്തു അല്ലെങ്കിൽ മെറ്റലൊക്കെ നമുക്ക് ചൂടാക്കുമ്പോൾ ഇവിടെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾസ് ആ ഹീറ്റിനെ ഒരു ചെയിൻ ആക്ഷൻ പോലെ അടുത്ത ആളിലേക്ക് പാസ് ചെയ്യും. ഈ മോളിക്യൂൾസൊക്കെ അടുത്ത ആളിലേക്ക് ഇങ്ങനെയാണ് പാസ് ചെയ്യുക. അതായത് ഈ നിൽക്കുന്ന ആളുകൾ ഇവിടെ തന്നെ നിൽക്കും. ഹീറ്റ് എവിടേക്ക് എത്തും? ഹീറ്റ് ഇവിടുന്ന് ഇവിടേക്ക് എത്തും. നമ്മൾ കൈമാറി പോകുന്ന പോലെയുള്ളൊരു ആക്ഷനാണ്. അപ്പോൾ ഖരവസ്തുക്കളിലൊക്കെയാണ് നമ്മൾ സാധാരണ ഇത് സംഭവിക്കുക. ആ ഹീറ്റ് ട്രാൻസ്മിഷനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്, ചാലനം എന്ന് പറയുന്നത്. മെറ്റലിലുമൊക്കെ ഇത് സംഭവിക്കുന്നു. അപ്പോൾ ഖരവസ്തുക്കൾ ചൂട് കൂടിയ ഭാഗത്തു നിന്നും ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് താപം പ്രവഹിക്കുന്നത് സംശയിക്കാനില്ല, കണ്ടക്ഷനാണ്. അപ്പോൾ സംവഹനം എന്നത് കൺവെക്ഷൻ എന്താണ് സംഭവിക്കുക? കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ദ്രാവക പദാർത്ഥങ്ങളിൽ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്മിഷനാണ്. നമ്മൾ ജലം തിളപ്പിക്കുകയാണെന്ന് കരുതുക. ജലം തിളപ്പിക്കുമ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. ഹീറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത ഇവരെന്ത് ചെയ്യും? ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇവർ പൊസിഷൻ മാറിക്കൊടുക്കുകയും ഇല്ലാത്ത മോളിക്യൂൾസ് വീണ്ടും ആ ഭാഗത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെ കണികകൾ സ്ഥാനം മാറിക്കൊണ്ട് ഹീറ്റ് അറ്റൈൻ ചെയ്യുന്ന ആ മീഡിയം മൊത്തം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് മാതൃകയ്ക്കാണ് നമ്മൾ സംവഹനം എന്ന് പറയുക. ദറ്റ് ഈസ് കൺവെക്ഷൻ. വാട്ട് ഈസ് റേഡിയേഷൻ? റേഡിയേഷൻ എന്ന് പറയുന്നത് ദർ ഈസ് നോ മീഡിയം. ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇവിടെ രണ്ടിടത്തും മീഡിയം ഉണ്ട്. ഇവിടെ നമ്മളുടെ ഒരു മെറ്റൽ ഉണ്ട് അല്ലെങ്കിൽ സോളിഡ് ഉണ്ട്. ഇവിടെ നമ്മൾ വാട്ടർ ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. പക്ഷെ ഇവിടെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ചൂട് നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേരുന്നു. നമുക്കറിയാം ഇതിൻ്റെ ഇടയിൽ വാക്വം ഉണ്ട് കുറേ സ്ഥലത്ത്. അതിന് ശേഷമാണ് എയറൊക്കെ വരുന്നത്. അപ്പോൾ ഈ വാക്വത്തിലൂടെ ഒരു മീഡിയവും ഇല്ലാതെ നമ്മുടെ ചൂട് ഹീറ്റ് സഞ്ചരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റേഡിയേഷൻ അഥവാ വികിരണം. അപ്പം നമ്മുടെ വീട്ടിലെ ബൾബ് പോലും, നമ്മുടെ വീട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബ് പോലും അവിടെ താഴത്തേക്ക് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വികിരണം അഥവാ അതാണ്. അതായത് ഖരവസ്തുക്കളിലെ ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് താപം പ്രവഹിക്കുന്നത് നമുക്കറിയാം ചാലനം വഴിയാണ്. അടുത്ത ചോദ്യം, ഒരു മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ദ പ്രപ്പോസ്ഡ് മിഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ദറ്റ് ഈസ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഓർ ഇറ്റ് ഈസ് കാൾഡ് ആസ് ISRO എന്ന് വിളിക്കും. ISRO ഈസ് ഓർഗനൈസേഷൻ ടു ക്യാരി മാൻ ടു സ്പേസ്. ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം, ഒന്ന് മംഗൾയാനാണ്. മംഗൾയാൻ എന്ന് പറയുന്നത് അത് മാർസ് ഓർബിറ്റ് മിഷനാണ്. മാർസ് എന്ന ചൊവ്വയിലേക്കുള്ള വിക്ഷേപണമായിരുന്നു. 2013 നവംബർ 5 നടത്തിയ വിക്ഷേപണമാണ് ചൊവ്വയിലേക്ക്. മാർസ് നമ്മുടെ ഭൂമിയുടെ അടുത്തുള്ള ഗ്രഹമായിട്ടുള്ള ചൊവ്വയിലേക്ക് നടത്തിയ പദ്ധതിയാണ്. പിന്നെ ചന്ദ്രയാൻ നമുക്കറിയാം, ദർ ആർ 2 ചന്ദ്രയാൻ, ചന്ദ്രയാൻ 1 ആൻഡ് ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2008 ഒക്ടോബർ 22 നമ്മുടെ ചന്ദ്രയാൻ 1ഉം 2019 ജൂലൈ
22 നമ്മുടെ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ളത് ഗഗൻയാൻ ആണ്. ഇത് 2022 ആഗസ്റ്റോടുകൂടി നടപ്പിലാക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ചോദ്യം: ഒരു കാറിനെ ചലിപ്പിക്കുന്നതിന് ടു മൂവ് എ കാർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് മസ്റ്റ് ബി അപ്ലൈഡ് ഇന്റേണലി. തുല്യവും വിപരീതവുമായ ബലം കാറിനുള്ളിൽ നിന്ന് പ്രയോഗിക്കണം. അപ്പോൾ ഈ ഓപ്ഷനിൽ തന്നെ 2 തെറ്റാണുള്ളത്. തുല്യവും വിപരീതവുമായ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസൽ ഈച്ച് അതർ എന്നുള്ളതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ബലം കാറിനുള്ളിൽ നിന്ന് പ്രയോഗിക്കണം എന്നാണ് പറയുന്നത്. ഒരു ഇൻറ്റേർണൽ ഫോഴ്സിന് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ കഴിയില്ല. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കാറിനുള്ളിൽ നിന്ന് ഒരേ ദിശയിൽ തന്നെ ബലം പ്രയോഗിക്കണം. വീണ്ടും കാറിനുള്ളിൽ എന്നുള്ള തെറ്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്തു. അതുകൊണ്ട് ഈ ഓപ്ഷൻ വീണ്ടും നമ്മുടെ തെറ്റ് വന്നു. ഈ തുല്യവും വിപരീതവുമായ ബലം പുറത്ത് നിന്ന് പ്രയോഗിക്കണം. ഈ തുല്യവും വിപരീതവുമായി എന്നുള്ള തെറ്റ് ഇവിടെ വീണ്ടും ആവർത്തിച്ചു. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ. കാറിന് പുറത്ത് നിന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് മാറി പുറത്തേക്ക് വന്നു. ഒരേ ദിശയിൽ ബലം പ്രയോഗിക്കണം. തുല്യവും വിപരീത ദിശയിൽ നിന്ന് മാറി ഒരേ ദിശയിൽ പ്രയോഗിക്കണം. അപ്പോൾ നമ്മളെടുത്ത് കാറുണ്ട്. കാറിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ദിശയിൽ ബലം പ്രയോഗിച്ചാലേ അതിന് ആ പ്രയോഗിക്കപ്പെട്ട ദിശയിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. രണ്ടും ഓപ്പോസിറ്റ് തുല്യമായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ വസ്തു എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ. ശരിയായ ജോഡി ഏതാണ്? ക്യാമറ, മിറർ, റിയർ വ്യൂ ലെൻസ്, പെരിസ്കോപ്പ്, പ്രിസം, സിമ്പിൾ മൈക്രോസ്കോപ്പ്, മിറർ. അപ്പോൾ ക്യാമറ നമുക്കറിയാം മിറർ ഉപയോഗിക്കുന്ന ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഈസ് റോങ്. റിയർ വ്യൂ വാഹനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് റിയർ വ്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത് മിററാണ്. പ്രത്യേകിച്ചും കോൺവെക്സ് മിററാണ് റിയർ വ്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെർഫോർ ദെർ ഈസ് നോ ലെൻസ്. പെരിസ്കോപ്പ് എന്ന ഇൻസ്ട്രുമെൻ്റ് നമുക്കറിയാം. പെരിസ്കോപ്പ് എന്ന ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പെരിസ്കോപ്പിൻ്റെ ഇവിടെ നമുക്ക് പുറത്ത് ഭാഗത്തുള്ള, അതായത് സോഴ്സ് ഓഫ് ലൈറ്റ് നമ്മുടെ കണ്ണിലെത്താൻ സാധിക്കാത്ത ഒരു സ്ഥലത്തുള്ള ലൈറ്റിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാഴ്ച സാധ്യമാക്കുന്ന ഇവിടെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടേക്ക് കാഴ്ച സാധ്യമാക്കുന്ന ഈ 2 മിറർ ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെ 2 സ്ഥലത്ത് നമുക്ക് 2 മിറർ ഉപയോഗിക്കാം. ഈ മിറർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ കാണാൻ സാധ്യമാക്കും. പെരി മീൻസ് പെരി, ദ വേർഡ് പെരി ഈസ് ദാറ്റ് പുറം ഭാഗത്ത് എന്നുള്ളതാണ്. പെരി കാർപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും, പെരി കാഡി എന്ന് കേട്ടിട്ടുണ്ടാവും, പെരിമീറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പെരി, ദ വേർഡ് പെരി മീറ്റർ ഇസ് പുറം ഭാഗത്ത്. അപ്പോൾ ഈ കപ്പലിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് കാണാനും അതേ മറിഞ്ഞിരിക്കുന്ന വസ്തുക്കളെ കാണാനൊക്കെ നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കാം. ദറ്റ് ഈസ് നോൺ ആസ് പെരിസ്കോപ്പ്. അപ്പോൾ പെരിസ്കോപ്പിൽ നമ്മൾ സാധാരണയായിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മിററാണ്. പക്ഷേ ഈ മിററിനെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു പെരിസ്കോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് പ്രിസം അവിടെ ഉപയോഗിക്കാം. അതായത് പ്രിസം പെരിസ്കോപ്പുകളും ഉണ്ട്. അതേപോലെ തന്നെ പ്രിസവും ലെൻസും അറ്റാച്ച് ചെയ്തിട്ടുള്ള ലെൻസ് പെരിസ്കോപ്പുകളും ഉണ്ട്. അപ്പോൾ സാധാരണയായിട്ട് പ്രിസം ഇവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നില്ല, പക്ഷേ മിററാണ് ഇവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് സിമ്പിൾ മൈക്രോസ്കോപ്പിലും ഇതുപോലെ പറയുമ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നമുക്ക് സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് ഇല്യൂമിനേറ്റർ എന്നാണ് ആ സോഴ്സ് ഓഫ് ലൈറ്റിനെ വിളിക്കുക. ഇല്യൂമിനേറ്റർ എന്നുള്ളത് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആകാം, അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം എ സോഴ്സ് ഓഫ് ലൈറ്റ് ആവാം. ഒന്നുകിൽ ലൈറ്റ് അവിടുന്ന് സോഴ്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റ് മറ്റൊരു സ്ഥലത്ത് നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഒരു മിറർ ഉപയോഗിക്കും. അതായത് നമുക്ക് പരിചയമുള്ള എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും നല്ല ആൻസർ എന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് മിറർ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തോലകം അല്ലാത്തത് ഏത്? വിച്ച് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിമ്പിൾ മെഷീൻ? ഓപ്ഷൻ: ക്രോബാർ, പാരക്കോൾ, സിസറോസ്, കത്രിക, നട്ട് ക്രാക്കർ, പക്കുവെട്ടി, ഷോൾസ് ആൻഡ് മൺകോരിക. അപ്പോൾ ഉത്തോലകങ്ങളെ പറ്റി നമുക്കറിയാം. ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞാൽ 6 വിധത്തിലുള്ള വളരെ ലളിതമായിട്ട് ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ഉത്തോലക നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ മറിച്ചിടാം എന്ന പ്രസ്താവന പുറപ്പെടുവിച്ചതും ആർക്കിമിഡീസ് ആണ്. അപ്പോൾ ഉത്തോലകം എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ഒരു ദണ്ഡാണ്. അത് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ദണ്ഡാണ്. അതിന് 3 പോയിന്റ് ഉണ്ടായിരിക്കും. ഒന്ന് നമ്മുടെ എഫർട്ട് കൊടുക്കുന്ന സ്ഥലം, ഒന്ന് അതിൻ്റെ ആധാരമായി പ്രവർത്തിക്കുന്ന ഫെൽറം എന്ന് പറയുന്ന സ്ഥലം, ഒന്ന് അതിൻ്റെ രോധം അഥവാ റെസിസ്റ്റൻസ് പ്രവർത്തിക്കുന്ന സ്ഥലം. അപ്പോൾ ഈ
സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉത്തോലകങ്ങളെ 1-ാം വർഗം, 2-ാം വർഗം, 3-ാം വർഗം എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നിരിക്കുന്നത് പാരക്കോലാണ്. പാരക്കോൽ അഥവാ ക്രോബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആണി പറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഈ അറ്റത്ത് ചെറിയ ഒരു വിടവായിട്ട് അവിടേക്ക് ആണിയെ കയറ്റി പിടിക്കുകയും ആ ആണിയെ ഇവിടെ ഒരു കട്ടി വെച്ചുകൊണ്ട് പൊന്തിച്ച് പറക്കുകയും ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് പറയുന്ന പേരാണ് പാരക്കോൽ. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് എഫർട്ട് നമ്മളിവിടെ പ്രയോഗിക്കും. എഫർട്ട് അഥവാ ബലം നമ്മളവിടെ പ്രയോഗിക്കും. ഇവിടെ തന്നെയാണ് നമ്മൾ കൈകൊണ്ട് ബലം പ്രയോഗിക്കുക. അതിൻ്റെ ആധാരം എന്ന് പറയുന്നത്, ധാരം എന്ന് ഫെൽട്രം എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും, കട്ടി വെച്ച പോയിന്റ് ആയിരിക്കും. മിഡിലാവണമെന്നില്ല, അതിൻ്റെ ഇടയിലായാൽ മതി. ഇൻ ബിറ്റ്വീൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സെൻട്രൽ എന്നുള്ളതല്ല. അതുപോലെ തന്നെ ആണി എന്ന് പറയുന്ന രോധം അഥവാ റെസിസ്റ്റൻസ് ഇവിടെ വരും. അപ്പോൾ ഈ പൊസിഷൻ നിൽക്കുന്ന ഇതൊരു ലിവർ, ഇത് ലിവറിൻ്റെ വേറൊരു രൂപം തന്നെയാണ്. അപ്പോൾ ലിവർ തന്നെയാണ് ക്രോബാർ. അപ്പോൾ ക്രോബാർ ഈസ് എ സിമ്പിൾ മെഷീനാണ്. 1-ാം വർഗ ഉത്തോലകത്തിൽ അതായത് ധാരം നടുവിൽ വന്ന ഫെൽട്രം നടുവിൽ വന്ന 1-ാം വർഗ ഉത്തോലകത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് പാരക്കോൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, കത്രിക നോക്കാം. കത്രിക നമ്മൾ ഈ മെക്കാനിസം നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ കത്രിക നമുക്കറിയാം, ഇവിടെ നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കുന്നു, അതായത് എഫർട്ട് ഇവിടെ ഉപയോഗിക്കുന്നു, ഇത് ആധാരമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കട്ട് ചെയ്യേണ്ട സാധനം വെച്ച് കൊടുക്കുന്നു, കട്ട് ചെയ്യേണ്ട സാധനം റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതേ സ്വഭാവത്തിൽ വരുന്ന ഇത് തന്നെയാണ് കത്രിക. ഈ 1-ാം വർഗം എന്ന് പറയുന്ന ഒരു വർഗത്തിൽ തന്നെയാണ് കത്രിക വരുന്നത്. അടുത്താണ് പാക്കുവെട്ടി. പാക്കുവെട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ ഈ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതൊരു ബ്ലേഡ് പോലുള്ള പാർട്ടായിരിക്കും. ഇവിടെ ഈ ബ്ലേഡ് പോലുള്ള ആ പാർട്ടിനടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നെറ്റ് നമ്മൾ വെക്കുന്നു. നെറ്റ് എന്ന് വെക്കുന്നതോടുകൂടി നെറ്റിൻ്റെ മുകളിലാണ് ഫോഴ്സ് പ്രയോഗിക്കേണ്ടത്. നെറ്റിൻ്റെ മുകളിൽ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ നെറ്റ് എന്തായിട്ട് മാറും, റെസിസ്റ്റൻസ് ആയിട്ട് മാറും. നമ്മൾ ഫോഴ്സ് അവിടെ ഉപയോഗിക്കുന്നത്, ഫോഴ്സ് അഥവാ എഫർട്ട് ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ ധാരമായി പ്രവർത്തിക്കുന്ന ബിന്ദു ഏതാണ്, ഈ ബിന്ദുവാണ്. അതോടുകൂടി നമ്മുടെ എഫ് മാറിയിട്ട് ആ പൊസിഷനിലേക്ക് ആര് വരുന്നു, എഫ് എന്ന് പറയുന്ന ധാരം മാറിയിട്ട് ആ പൊസിഷനിലേക്ക് റെസിസ്റ്റൻസ് കടന്നു വരുന്നു. റെസിസ്റ്റൻസ് ആ പൊസിഷനിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഇത് 2-ാം വർഗ ഉത്തോലകമായിട്ടാണ് ഇത് മാറുന്നത്. അടുത്തതാണ് മൺകോരിക. മൺകോരിക എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം, നമ്മൾ മണ്ണ് കോരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ആണ് മൺകോരിക. മൺകോരിക എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മണ്ണ് കോൺക്രീറ്റ് വർക്കേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ എവിടെയാണ് ഇതിനെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു കൈ കൊണ്ട് നമ്മൾ ഇവിടെ ഈ സൈഡിൽ പിടിക്കും, മറ്റൊരു കൈ കൊണ്ട് നമ്മൾ ഇവിടെ അടുത്ത സെക്കൻഡ് ഹാൻഡ് കൊണ്ട്, ഒരു ഹാൻഡ് കൊണ്ട് നമ്മൾ ഇവിടെ പിടിക്കും, ഒരു ഹാൻഡ് കൊണ്ട് നമ്മൾ ഇവിടെ പിടിക്കും, ഈ ഷവലിൻ്റെ ഇവിടെ പിടിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ മണ്ണ് കോരുന്നു. മണ്ണാണ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നത്. മണ്ണ് ഇവിടെ ഉണ്ടാവും, മണ്ണാണ് റെസിസ്റ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് എന്താണോ എടുക്കുന്നത് അത് റെസിസ്റ്റൻസ് ആയിട്ട് പ്രയോഗിക്കും. നമ്മൾ ഈ കൈ കൊണ്ടാണ് ഇതിൽ ബലം എഫർട്ട് കൊടുക്കുക. ബലം കൊടുക്കുന്നത് അല്ലെങ്കിൽ എഫർട്ട് കൊടുക്കുന്നത് ഈ കൈ കൊണ്ടാണ്. ഈ കൈ കൊണ്ടല്ല നമ്മൾ എഫർട്ട് കൊടുക്കുക. അതായത് ഇത് ഫോഴ്സ് പ്രയോഗിക്കുന്നത് ഈ കൈ കൊണ്ടാണ്. ഇത് എന്തായിട്ട് മാറും, എഫ് ആയിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് 1-ാം വർഗത്തിൽ എഫ് ആയിരുന്നു സെൻട്രലിൽ, 2-ാം വർഗത്തിൽ R സെൻട്രലായി മാറി, 3-ാം വർഗത്തിൽ എത്തിയപ്പോൾ ഈ സെൻട്രലായിട്ട് മാറി. അപ്പോൾ ഇതൊരു 3-ാം വർഗമാണ് എന്ന് പറയാം. പക്ഷേ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഉത്തോലകം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തോലകം എന്ന് പറയുമ്പോൾ 6 വിധത്തിലുള്ള സിമ്പിൾ ടെക്നിക്കാണ് അല്ലെങ്കിൽ മെക്കാനിസമാണ് ഉത്തോലകം എന്നറിയപ്പെടുന്നത്. ആ സിമ്പിൾ ടെക്നിക്ക് മൾട്ടിപ്പിൾ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഉത്തോലകമെന്ന് അടിസ്ഥാനപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ടോ ഉത്തോലകം എന്ന് വിളിക്കില്ല. അപ്പോൾ ഇതിൽ തന്നെ പറയുമ്പോൾ ഏറ്റവും ബേസിക്കലായിട്ട് ഇതൊരു ഉത്തോലകമായിട്ട് പ്രവർത്തിക്കുന്ന ലിവറാണ്, പാരക്കോലാണ്. അപ്പോൾ ഇതൊരു ഉത്തോലകം വ്യക്തമായിട്ടാണ്. എന്നാൽ ഇത് മൂന്നും അതിൻ്റെ ഉത്തോലക സ്വഭാവങ്ങളിൽ നിന്ന് ചെറിയ മാറ്റങ്ങളുള്ള അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്ന തലത്തിലേക്ക് ഉയരുന്ന കുറച്ച് സംവിധാനങ്ങളാണ് കത്രികയും പാക്കുവെട്ടിയും മൺകോരികയും ഒക്കെയെല്ലാം. അപ്പോൾ ഈ 3 ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ 2 ലിവറിൻ്റെ കണക്ഷൻ, അതായത് നമ്മൾ ഒരാണി പറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഒരു ലിവറാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള 2 ലിവറുകളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അവിടെ ഈ ഫോഴ്സ് അല്ല ഉപയോഗിക്കുന്നത്, ഇവിടെ അഗ്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഫോഴ്സാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ 2 ഫോഴ്സുകളെ 2 തലങ്ങളിൽ, ഒരു സ്ഥലത്തല്ല ഫോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്, 2 ലിവർ. അതുകൊണ്ട് ഇതും ഒരു ലിവറാണ്, ഇതും ഒരു സെപ്പറേറ്റ് ലിവറാണ്. ഈ 2 ലിവറുകളെ കണക്ട് ചെയ്ത് കൊണ്ടാണ് നമ്മൾ അടുത്ത ഒരു മെഷീൻ ഉപയോഗിക്കുന്നത്. കൊണ്ട് ഈ ഓപ്ഷനിൽ കൂടുതൽ
കോമ്പൗണ്ട് ഓർ കോംപ്ലക്സ് മെഷീൻ്റെ ചാൻസ്, അതായത് ഉത്തരമായിട്ട് വരുന്നത് കത്രികയാണ് ഉത്തരമായിട്ട് വരുന്നത്. 2 ലിവറിൻ്റെ കോമ്പിനേഷനാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സിസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പ്ലൂറലാണ്, ദറ്റ് ഈസ് നോട്ട് എ സിംഗുലർ. അതായത് 2 ഫംഗ്ഷൻ അവിടുത്തെ അതേപോലെ തന്നെ നമ്മളതിനെ 2ആയിട്ട് തന്നെ പരിഗണിക്കുന്നു. ഇതൊരാളാണ് ഇംഗ്ലീഷിൽ നൗൺ പറയുമ്പോൾ, ഇതൊരാളാണ് ഇംഗ്ലീഷിൽ നൗൺ പറയുമ്പോൾ ഇത് വേറൊരാളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഇതൊരു സിമ്പിൾ മെഷീനാണ്, ഇത് വേറെ ഒരു സിമ്പിൾ മെഷീനാണ്. ഈ രണ്ട് സിമ്പിൾ മെഷീനോടെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതൊരു കോമ്പൗണ്ട് മെഷീനായിട്ട് മാറുന്നത്. അവസാനത്തെ ചോദ്യമാണ്. ഒരു ബാർ മാഗ്നറ്റ് അതിൻ്റെ ഗുരുത്വ കേന്ദ്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയുടെ ധ്രുവങ്ങളിലായിരിക്കുമ്പോൾ അത് എ ബാർ മാഗ്നറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രീലി at its center. The direction of this magnet at the poles of the earth is what? ഇത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും, വടക്ക് തെക്ക് ദിശയിലായിരിക്കും, കുത്തനെ ആയിരിക്കും, പ്രവചിക്കാൻ കഴിയില്ല. ഉത്തരം വടക്ക് തെക്ക് ദിശയിലാണ് ഈ ബാർ മാഗ്നറ്റ് ആ സമയത്ത് നിൽക്കുക. നന്ദി. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.